ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വിചാരിച്ചു എൻ്റെ കുറച്ച് പെർഫ്യൂംസ് റിവ്യൂ ചെയ്യാന്ന്. ഇതാണ് എൻ്റെ പെർഫ്യൂം കളക്ഷൻ. ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ പെർഫ്യൂമിന്. ഇത് നല്ല ഒരു പെർഫ്യൂമാണ്. എനിക്ക് ഈ പെർഫ്യൂം ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പെർഫ്യൂം. അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന പെർഫ്യൂമാണ്. ഇത് ഒരുപാട് പേരുടെ ഫേവറേറ്റ് പെർഫ്യൂം ആയിരിക്കും. ഇതിന്റെ ദിസ് ഈസ് ടു ഗുഡ്. എനിക്ക് ഭയങ്കര. ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. ഫസ്റ്റ് ഈ പെർഫ്യൂം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ലാൻകോമിന്റെ ഐഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഇതൊരു ഫ്രഞ്ച് പെർഫ്യൂമാണ്. ഐ തിങ്ക് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ കുറച്ച് ഡിഫറെന്റ് ആണ് കേട്ടോ, കാരണം ഇതൊരു ഫ്രഞ്ച് നെയിം ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ടോപ്പ് നോട്ട്സ് വന്നിട്ട് ഒരു പെയർ, ബർഗമോട്ട് ആൻഡ് മിഡിൽ നോട്ട്സ് വന്നിട്ട് റോസസ്, ജാസ്മിൻ ആൻഡ് ബേസ് നോട്ട്സ് വന്നിട്ട് ഒരു വൈറ്റ് മസ്ക്, വാനില അങ്ങനെയാണ് വരുന്നത്. നോട്ട്സ് ഇതൊക്കെയാണ്. ഇനി നമുക്ക് ഈ പെർഫ്യൂം നമുക്ക് ദേഹത്ത് സ്പ്രേ ചെയ്യുമ്പോൾ എന്ത് സ്മെല്ലാ കിട്ടുന്നതെന്ന് നോക്കാം. കാരണം നോട്ട്സ് ഇതൊക്കെ ആണെങ്കിലും ചിലപ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സ്മെല്ലായിരിക്കും കിട്ടുന്നുണ്ടാവുക. നമുക്കിത് എന്താ നോക്കാം. ഓപ്പണിംഗ് സ്മെല്ലായിട്ട് എനിക്ക് കിട്ടുന്നത് ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള റോസിൻ്റെയും ജാസ്മിൻ്റെയും ഒക്കെ ഒരു റിച്ച് ഫ്രാഗ്രൻസ് എനിക്ക് കിട്ടുന്നത്. ആൻഡ് നല്ലൊരു സ്മെൽ, നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് സ്മെൽ ചെയ്യുമ്പോൾ. ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള സ്വീറ്റ്നെസ് എവിടേക്കോ ഉണ്ട്, പക്ഷെ അത്ര സ്ട്രോങ് അല്ല. ഒരു ഫ്ലോറൽ സ്മെൽ തന്നെയാണ്. ഒരു ഫ്ലോറൽ സെന്റ് ആണ് ഇതിന് പ്രിഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. ലൈക്ക് ഇപ്പോ ഒരു ഒരു ഗാർഡൻ ഫുൾ ഓഫ് റോസസ് ആൻഡ് ജാസ്മിൻ ബ്ലൂം ചെയ്തു നിൽക്കുന്നു. നമ്മൾ ആ ഗാർഡനിലോട്ട് എൻ്റർ ചെയ്യുന്നു, അപ്പോൾ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ഫ്രഷ് സ്മെൽ ഉണ്ടായിരിക്കില്ലേ, എക്സാക്ട്ലി ആ സ്മെല്ലാണ് ഈ പെർഫ്യൂമിന് വരുന്നത്. ആൻഡ് ഇതിന് അത്യാവശ്യം പ്രൊജക്ഷൻ ഉള്ള ഒരു സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് സ്പ്രേ ചെയ്ത് ഒരു ക്രൗഡിന്റെ സെന്ററിൽ പോയി നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ആളുകൾ റെക്കഗ്നൈസ് ചെയ്യും. ആൻഡ് ദേ വിൽ ഡെഫിനറ്റ്ലി ആസ്ക് എന്താ വെയർ ചെയ്തേക്കുന്നത്, ഇത് ഏതാ പെർഫ്യൂം എന്ന് അവർ ചോദിക്കും. കാരണം എനിക്ക് ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ പെർഫ്യൂമിന്. ഞാനിത് എപ്പോഴൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുണ്ട്. അത്ര നല്ല പെർഫ്യൂമാണ്. ആൻഡ് ഈ പെർഫ്യൂം ഒരു 8 to 10 hours ലാസ്റ്റ് ചെയ്യുമെന്നാണ് ഈ ബ്രാൻഡ് പറയുന്നത്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു 4 to 5 hours ലാസ്റ്റ് ചെയ്യുന്ന. പിന്നെ ഈ പെർഫ്യൂംസിന്റെ ലാസ്റ്റിംഗ് അവർ നമ്മൾ പറയുമ്പോൾ ഈ ക്ലൈമറ്റിന് അത് വലിയൊരു ഫാക്ടറാണ്. ലൈക്ക് ഇപ്പോൾ ഒരു ക്ലൈമറ്റ് ഇപ്പോൾ ഭയങ്കര ഒരു ഹോട്ട് ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണെങ്കിൽ പെർഫ്യൂംസ് അത്ര നേരം ലാസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ നേരെ മറിച്ച് ഒരു ഭയങ്കര കോൾഡ് വെതർ ആണ്, ഹ്യൂമിഡിറ്റി ഒക്കെ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ ഇത് യൂസ് ചെയ്ത സമയത്ത് അത്യാവശ്യം നല്ല ഹോട്ട് വെതർ ആയിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കും എനിക്കൊരു 4-5 hours ലാസ്റ്റ് ചെയ്തത്. പക്ഷെ നല്ലൊരു പെർഫ്യൂം ആണ് കേട്ടോ ഇത്. നല്ലൊരു ഫെമിനൈൻ ഫ്ലോറൽ ഫ്രഷ് സ്മെല്ലാണ്. ഇപ്പോൾ ഞാൻ ഈ പെർഫ്യൂം ഒരു സിനാരിയോ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ലൈക്ക് ഇപ്പോൾ ചില സിനാരിയോ നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യുമ്പോൾ നമുക്കൊരു സ്മെൽ ഫീൽ ചെയ്യാൻ പറ്റില്ലേ. ആ ലൈക്ക് എനിക്ക് എത്രത്തോളം നിങ്ങൾക്ക് ഇത് ഡെലിവർ ആവുമെന്ന് അറിയില്ല, പക്ഷെ ഐ വിൽ ട്രൈ. ലൈക്ക് ഞാനൊരു സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് എന്ത് ഫ്രാഗ്രൻസ് ആണ് ഫീൽ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കും. ലൈക്ക് ഒരു സ്ട്രീറ്റ്, ആ സ്ട്രീറ്റിൽ ഒരു നല്ലൊരു കോൺഫിഡൻറ്റ് ഗേൾ ഇൻ എ വൈറ്റ് സ്ലീക്ക് ഡ്രസ് ആൻഡ് ഒരു ഹൈ പോണി ഒക്കെ കെട്ടി ആൻഡ് ഷീ ഈസ് വാക്കിംഗ് ടുവേർഡ്സ് യു. ഓക്കെ, ഇപ്പോൾ ഇത് ഇമാജിൻ ചെയ്യുമ്പോൾ ഒരു ഗുഡ് ഫ്രാഗ്രൻസ് ഇങ്ങനെ വരുന്നുണ്ട് ആ ഒരു ഗേളിന്റെ അടുത്തുനിന്ന്. നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ഫ്രാഗ്രൻസ് ആണ് ഈ പെർഫ്യൂമിന്. ലൈക്ക് എനിക്കിങ്ങനെ സിനാരിയോസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എനിക്ക് അതിന്റെ ഒരു ഫ്രാഗ്രൻസ് ഫീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. എനിക്ക് എത്രത്തോളം ഡെലിവർ ആയെന്ന് എനിക്കറിയില്ല. ടോട്ടൽ ഓവറോൾ ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു ഫ്രഷ് ഫ്ലോറൽ ഫെമിനൈൻ പെർഫ്യൂമാണ്. ഈ റോസിന്റെയും അതുപോലെ ജാസ്മിന്റെ നോട്ട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. ഈ പെർഫ്യൂം നല്ല ഓപ്ഷൻ ആയിരിക്കും. നല്ല കോംപ്ലിമെന്റ്സ് കിട്ടും നിങ്ങൾക്ക് ഈ പെർഫ്യൂമിന്ന്. ആൻഡ് അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് ആണ്. ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. നെക്സ്റ്റ് നമുക്ക് ഈ പെർഫ്യൂം റിവ്യൂ ചെയ്യാം. ഇത് ഗൂച്ചിയുടെ ഗിൽറ്റി വേരിയന്റിൽ വരുന്ന പെർഫ്യൂമാണ്. ഇത് ഒരുപാട് പേരുടെ ഫേവറേറ്റ് പെർഫ്യൂം ആയിരിക്കും. ഇതിന്റെ നോട്ട്സ് ഒക്കെ നല്ല പോപ്പുലർ ആയിട്ടുള്ള നോട്ട്സ് ആണ്. ഇതിന്റെ നോട്ട്സ് വരുന്നത്, ടോപ്പ് നോട്ട്സിൽ വരുന്നത് പിങ്ക് പെപ്പർ, പീച്ച്, മാൻഡറിൻ. മിഡ് നോട്ട്സിൽ വരുന്നത് വയലറ്റ്, ഏംബർ, ജെറേനിയം ആൻഡ് ബേസ് നോട്ട്സിൽ വരുന്നത് മസ്ക് ആൻഡ് പച്ചൂളി. ഓക്കെ, ഇത്
സ്മെല്ല് ചെയ്യുമ്പോ ഓഹ്! ദിസ് ഈസ് ടൂ ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ റീസെന്റ് ആയിട്ടാട്ടോ ഈ പെർഫ്യൂം മേടിക്കുന്നത്. മേടിച്ചിട്ട് ഒരു 2, 3 വീക്സ് ആയേ ഉള്ളൂ. അല്ല, ഒരു 1 മന്ത് ആയേ ഉള്ളൂ. ലൈക്ക് ഇതിന്റെ ഒരു ഓപ്പണിംഗ് സ്മെല്ലായിട്ട് വരുന്നത് ഒരു ഫ്രഷ്, പൗഡറി എന്നാ ഒരു ഫ്രൂട്ടി ആൻഡ് ഓൾസോ ഒരു ഫ്ലോറൽ ടച്ച് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഒരു ഉം, എന്താ പറയാ, ഒരു ടോട്ടൽ ഒരു മസ്കി ഫിനിഷും വരുന്നുണ്ട്. ഇറ്റ്സ് ടു ഗുഡ്. ഐ തിങ്ക് ഇത് ഒരു യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതൊരു ഭയങ്കര ഫെമിനൈൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഓഹ്! ഇറ്റ്സ് റിയലി, റിയലി, റിയലി ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടായി. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് മേടിച്ച പെർഫ്യൂമാണിത്. ഇതിന്റെ ലാസ്റ്റിംഗ് എന്ന് പറയുമ്പോ ഒരു 5 ടു 6 ഹവേഴ്സ് ഒക്കെ ലാസ്റ്റ് ചെയ്യും. ആൻഡ് ഇതൊരു നല്ലൊരു സെക്സി പെർഫ്യൂമാണ്. ലൈക്ക് സെക്സി, ഫെമിനൈൻ, കോൺഫിഡന്റ്. എനിക്കിത് ബേസിക്കലി തോന്നിയിട്ടുള്ളത് ഒരു നൈറ്റ് ഔട്ട് അല്ലെങ്കിൽ ഡിന്നർ ഡേറ്റ് ഒക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ പെർഫെക്റ്റ് ഫ്രാഗ്രൻസ് ആണിത്. ഓ, ദിസ് ഈസ് റിയലി ഗുഡ്. എന്തായാലും നല്ല കോംപ്ലിമെന്റ്സ് കിട്ടും ഈ പെർഫ്യൂമിന്. ആൻഡ് ഓൾസോ നല്ല സ്മെല്ലാണ്. ബട്ട് ഒരിക്കലും ഹെഡ് ഏക്ക് ഇൻഡ്യൂസിങ് അല്ല. ആൻഡ് ഭയങ്കര പ്രൊജക്ഷൻ ഇല്ല. ആൻഡ് ഒരു നോട്ടും കൂടുതലായിട്ട് നിൽക്കുന്നില്ല. എല്ലാം ഒരു പെർഫെക്റ്റ് ബാലൻസിൽ നിൽക്കുന്ന ഒരു ഗുഡ് പെർഫ്യൂം. സോ ഇത് ഒരു സിനാരിയോ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും, ഒരു ബോൾഡ് റെഡ് ഡ്രസ് ഇട്ട് ഡേറ്റ് നൈറ്റിന് ഒരു ഗേൾ, ഒരു ബ്യൂട്ടിഫുൾ സ്റ്റൈലിഷ് ഗേൾ ഇങ്ങനെ വരുമ്പോൾ അവളിങ്ങനെ ജസ്റ്റ് ഒരു ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഹോട്ടലിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഒരു ഫ്രാഗ്രൻസ് ഇല്ലേ, ആ ഒരു ഫ്രാഗ്രൻസ് ആണ് ഈ പെർഫ്യൂമിനുള്ളത്. ഇത് വൺ ലൈനിൽ പറയുവാണെങ്കിൽ ദിസ് ഈസ് ലൈക്ക് എ സെക്സി, ബോൾഡ്, കോൺഫിഡൻറ്റ് ആൻഡ് സൂപ്പർ ഫ്രഷ് പൗഡറി സ്മെൽ. ആൻഡ് ഒരു മസ്കി ഫീൽ എവിടേക്കോ ഉണ്ട്. മസ്കി ക്രീമി ഫീൽ എവിടേക്കോ ചെറുതായിട്ട് കുറച്ചായിട്ട് എവിടേക്കോ ഉണ്ട്. ഇറ്റ്സ് റിയലി ഗുഡ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്മെല്ലാണ്, ഒരു സട്ടിൽ സ്മെല്ലൊക്കെയാണ് ഇഷ്ടമെങ്കിൽ ഇത് നല്ല 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 പെർഫ്യൂമാണ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. നെക്സ്റ്റ് നമുക്ക് ഈ പെർഫ്യൂം റിവ്യൂ ചെയ്യാം. ദിസ് വൺ ഈസ് മൈ ഫേവറേറ്റ് പെർഫ്യൂം. ഇത് ഞാൻ മേടിച്ചിട്ട് ഒരു മോർ ദാൻ 1 ഇയർ ഒക്കെ ആയി. പക്ഷേ ഇതെൻ്റെ ഫേവറേറ്റ് പെർഫ്യൂം ആയതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യാറില്ല. വളരെ റെയർ ആയിട്ടുള്ള ഒക്കേഷൻസിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇത് വന്നിട്ട് ഡിയോറിൻ്റെ പ്യുവർ പോയ്സൺ ആണ്. ആൻഡ് എനിക്ക് ഡിയോറിൻ്റെ പെർഫ്യൂംസിൽ ഏറ്റവും ഇഷ്ടം ഈ പെർഫ്യൂമാണ്. ഇത് ഇത്രയും നല്ല ഒരു സ്മെല്ല് ഞാൻ പിന്നീട് വേറെ ഒരു പെർഫ്യൂമിനും എനിക്ക് കിട്ടിയിട്ടില്ല. അത്ര നല്ല സ്മെല്ലാണ്. എൻ്റെ പെർഫ്യൂമിലുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. സോ എൻ്റെ പോലത്തെ ടേസ്റ്റ് ഉള്ളവർക്ക് ഈ പെർഫ്യൂം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഹെവൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് നോക്കാം. ഇതിന്റെ നോട്ട്സ് വരുന്നത്, ടോപ്പ് നോട്ട്സ് വരുന്നത് ജാസ്മിൻ, ഓറഞ്ച്, ബർഗമോട്ട്, മാൻഡറിൻ. ആൻഡ് മിഡിൽ നോട്ട്സ് വരുന്നത് ഗാർഡീനിയ, ഓറഞ്ച് ബ്ലോസം. ആൻഡ് ബേസ് നോട്ട്സിൽ സാൻഡൽവുഡ്, വൈറ്റ് ആംബർ, സീഡർ ആൻഡ് വൈറ്റ് മസ്ക്. ഇത്രയുമാണ് നോട്ട്സ് വരുന്നത്. ഒരുപാട് നോട്ട്സ് വരുന്നുണ്ട്. പക്ഷേ ഇത് സ്മെല് ചെയ്യുമ്പോൾ ലൈക്ക് ഓ, ദിസ് ഈസ് സോ ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പെർഫ്യൂം. ഇത് സ്മെൽ ചെയ്യുമ്പോൾ വരുന്നത് ഭയങ്കര ക്രീമി ആയിട്ട്. ക്രീമിയാണ്, ഒരു ക്ലീൻ ആൻഡ് ഒരു എലഗൻറ്റ്, ഒരു ഒരു ക്ലീൻ ക്രീമി എലഗൻറ്റ് ഫ്രാഗ്രൻസ്. എനിക്ക് ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ്. ആൻഡ് ഒരു ഫ്രൂട്ടി, എവിടേക്കോ ഒരു ഫ്രൂട്ടി ടച്ച് വരുന്നുണ്ട്. ഒരു ഫ്ലോറൽ ഉണ്ട്. ആൻഡ് മൊത്തത്തിലൊരു മസ്കി ടച്ച് വരുന്നുണ്ട്. ദിസ് ഈസ് സോ ഗുഡ്. ദിസ് ഈസ് റിയലി ഗുഡ്. ആൻഡ് ഇത് നല്ലോണം ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഒരു 8 ടു 12 അവേഴ്സ് ഇത് ലാസ്റ്റ് ചെയ്യും. ആൻഡ് ഓൾസോ ഇതിപ്പോൾ ഡ്രസ്സിലാണ് സ്പ്രേ ചെയ്യുന്നതെങ്കിൽ 24 അവേഴ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആ ഡ്രസ്സ് എടുത്ത് നോക്കുമ്പോഴും സെയിം ആ സ്മെൽ ഉണ്ടായിരിക്കും. ഇത് എനിക്ക് തോന്നുന്നു 12 അവേഴ്സിനേക്കാൾ കൂടുതൽ ഇത് ബോഡിയിലാണെങ്കിൽ കൂടെ ലാസ്റ്റ് ചെയ്യും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് a beautiful girl in a white silky dress and a beautiful fragrance is coming from her, like it is so nice. Like ഐ തിങ്ക് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്ക് മാത്രമേ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഐ ഡോണ്ട് നോ.
മീൻസ് അങ്ങനത്തെ ഒരു ഇറ്റ്സ് റിയലി റിയലി ഗുഡ്. ഐ ഡോണ്ട് നോ വൈ ഇറ്റ്സ് റിയലി ഗുഡ്. നല്ല പെർഫ്യൂമാണ്. ആൻഡ് ഇത് നല്ല ഒരു സട്ടിൽ ആയിട്ടുള്ള സ്മെല്ലാണ്. പ്രൊജക്ഷൻസ് ഒന്നുമില്ല പ്രത്യേകിച്ച്. പക്ഷെ ഇത് നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്യും. ഒരു ഇച്ചിരി പോലും ആ സ്മെല്ല് മാറാതെ. ചില പെർഫ്യൂംസ് സ്മെല്ല് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മാറി 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 വരില്ല. ഇത് മാറില്ല. ഇത് അതുപോലെ തന്നെ നിൽക്കും. എത്ര അവേഴ്സ് ലാസ്റ്റ് ചെയ്യുന്നോ അത്രയും അവേഴ്സ് അതുപോലെ നിൽക്കും. ആൻഡ് ഒരു ഹെഡേക്ക് ഇൻഡ്യൂസിങ് പെർഫ്യൂമും അല്ല. ഇപ്പൊ ചില പെർഫ്യൂം നമ്മൾ സ്പ്രേ ചെയ്തിട്ട് കാറിൽ കയറി കഴിഞ്ഞാൽ എ സി ഓണാക്കി കഴിഞ്ഞാല് നമുക്ക് ഒരു വൊമിറ്റിംഗ് വരില്ലേ? എത്ര നല്ല സ്മെല്ലാണെങ്കിലും നമുക്ക് ഒരു കാറിൽ കേറിയിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ആ ഒരു ഇത് വരും. അതുകൊണ്ട് അധികം ആൾക്കാരും കാറിൽ കേറുന്നതിന് മുന്നേ പെർഫ്യൂംസ് യൂസ് ചെയ്യാറില്ല. നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എന്നിട്ട് കാറിന്ന് ഇറങ്ങാൻ നേരത്താണ് പെർഫ്യൂം സ്പ്രേ ചെയ്യാറ്. കാരണം അല്ലെങ്കിൽ ഒരു എന്താ പറയാ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ സ്മെല്ല് ഒരു ഡിഫറന്റ് ആയിട്ട് വരും. പക്ഷെ ഈ പെർഫ്യൂമിന് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ദിസ് ഈസ് സോ 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 ഗുഡ്. ദിസ് ഈസ് മൈ ഫേവറേറ്റ് പെർഫ്യൂം. നെക്സ്റ്റ് നമുക്ക് ഈ പെർഫ്യൂം റിവ്യൂ ചെയ്യാം. ഇത് കരോളിന ഹെറേറയുടെ ഗുഡ് ഗേൾ വേർഷനിൽ വരുന്നതാണ് കേട്ടോ. ഗുഡ് ഗേളിൽ വരുന്ന ബ്ലഷ്, അതായത് കരോളിന ഹെറേറ ഗുഡ് ഗേൾ ബ്ലഷ്. കുറച്ച് വലിയ നെയിമാണ്. ഇത് വന്നിട്ട് ഒരു പെർഫെക്റ്റ് ഫെമിനൈൻ ഫ്രാഗ്രൻസ് ആണ് ഇത്. ഇതിന്റെ ടോപ്പ് നോട്ട്സ് വരുന്നത് സ്ട്രോബെറി, ഗ്രേപ്പ് ഫ്രൂട്ട്, റോസ്വുഡ്. മിഡ് നോട്ട്സിലെ വയലറ്റ്, റോസ്, പിയോണി. ബേസ് നോട്ട്സിൽ കാശ്മീർ വുഡ്, സാൻഡൽവുഡ് ആൻഡ് മസ്ക്. ഇത്രയുമാണ് നോട്ട്സ് വരുന്നത്. എനിക്കിത് സ്മെല് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരാറ് ഒരു റോസിന്റെ ഫ്രാഗ്രൻസ് ആണ്. ഒരു നല്ലൊരു ഫ്ലോറൽ ആൻഡ് വെരി ഫ്രഷ് ആൻഡ് ഒരു സ്വീറ്റ്നെസ് വരുന്നുണ്ട് വാനിലയുടെ. പക്ഷെ പ്രിഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് ഫ്ലോറൽ ഒരു ഐ തിങ്ക് ഇത് റോസ് തന്നെയാന്ന് തോന്നുന്നു. എനിക്കൊരു റോസിന്റെ ഫ്രാഗ്രൻസ് പോലെയാണ് കൂടുതൽ വരുന്നത്. പക്ഷെ നല്ല ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലോറൽ ക്ലീൻ ഫ്രാഗ്രൻസ് എന്നൊക്കെ പറയില്ലേ, എക്സാക്ട്ലി ആ ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിന്. അഗെയിൻ ഇത് എന്താ പറയാ, ഒരു ഇത് ലാസ്റ്റ് ചെയ്യും ഏകദേശം ഒരു 8 to 12 hours ഇത് ലാസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അത്രയൊന്നും ലാസ്റ്റ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടില്ല. എനിക്കൊരു 4 to 5 hours അത്രയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ. മേ ബി അത് ക്ലൈമറ്റിന്റെ ഡിഫറൻസ് കാരണം ആയിരിക്കാം. പക്ഷെ എനിക്ക് അത്രേ ഫീൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്താ കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ ഫ്രാഗ്രൻസ് ചേഞ്ച് ആവുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ആ ഒരു ഫ്ലോറൽ പോയിട്ട് കുറച്ചും കൂടി ഒരു ഫ്രൂട്ടി ഫ്രാഗ്രൻസ് പോലെ ആവുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. ഇതിനെ കുറിച്ചൊരു സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ലൈക്ക് ഒരു lady in a white dress, and she's walking through a garden. Okay, fresh flowers ഒക്കെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ഗാർഡനിലോട്ട് ഷീസ് എൻട്രിങ് ആൻഡ് ക്യാരിങ് എ വെരി നൈസ് പിങ്ക് ബാഗ്, ലൈക്ക് ദിസ് പിങ്ക്. ഓക്കെ, ഈ ഒരു സിനാരിയോ നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ ഒരു ഫ്രാഗ്രൻസ് കിട്ടുന്നുണ്ടോ? ഒരു നൈസ് ഗേൾ ഇങ്ങനെ ഒരു ഗാർഡനിലൂടെ ഒരു പിങ്ക് ബാഗ് ഒക്കെ ക്യാരി ചെയ്ത് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു വൈറ്റ് ഡ്രസ്സിൽ. യെസ്, ആ ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ഇതിന്. എഗെയിൻ ഇതൊരു ഫ്ലോറൽ, ഒരു ഒരു കുറച്ച് റോസ്, ഫ്രൂട്ടി അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് നല്ലൊരു ചോയ്സ് ആയിരിക്കും. നെക്സ്റ്റ് ഈ പെർഫ്യൂം നോക്കാം. ഇത് സ്കിൻ ബൈ ടൈറ്റന്റെ ന്യൂഡ് പെർഫ്യൂം ആണ്. ഈ പെർഫ്യൂം ഞാൻ മേടിച്ചത് ആക്ച്വലി ഞാനിങ്ങനെ ഒരു പെർഫ്യൂം ഷോപ്പിന്റെ ഫ്രണ്ടിലൂടെ പാസ് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഒരു ഫ്രാഗ്രൻസ് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് തന്നെ ഞാൻ ഇത്രയും കാലമായിട്ട് ആഗ്രഹിച്ച എൻ്റെ സിഗ്നേച്ചർ പെർഫ്യൂം ഇത് തന്നെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ വിചാരിച്ചു. അങ്ങനെയൊക്കെ ഞാൻ പോയി പർച്ചേസ് ചെയ്ത പെർഫ്യൂമാണ് ഇത്. ആൻഡ് എനിക്ക് ഈ പെർഫ്യൂം ഒട്ടും ഇഷ്ടമല്ല. ഞാൻ എന്തിനാ ഈ പെർഫ്യൂം മേടിച്ചതെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് ആ സമയത്ത് ഈ സ്മെല്ലെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് അവരെനിക്ക് എൻ്റെ ഡ്രസ്സിലും എൻ്റെ പൾസ് പോയിന്റ്സിലും ഒക്കെ ഇത് സ്പ്രേ ചെയ്ത് തന്നു. അപ്പോഴൊക്കെ എനിക്ക് ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ വൺസ് ഞാൻ വീട്ടിലെത്തിയിട്ട് ഈ സ്പ്രേ ഞാനിത് സ്മെല്ല് ചെയ്തപ്പോൾ എനിക്കിത് ഇഷ്ടമേ ആയില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് എന്തോ ഒരു ദേഷ്യം ഈ പെർഫ്യൂമിനോട്. എനിക്ക് അറിഞ്ഞൂടാ, എന്റെ ടേസ്റ്റ് ഡിഫറെന്റ് ആയതുകൊണ്ടായിരിക്കും. ഐ ഡോണ്ട് നോ വൈ എനിക്കിത് ഒട്ടും ഇഷ്ടമല്ല. ഞാനിത് അറിയാതെ വാങ്ങിച്ച് പോയ ഒരു പെർഫ്യൂമാണ്. ഇങ്ങനെ എനിക്ക് ഇടക്ക് സംഭവിക്കാറുണ്ട്. ചില നല്ല സ്മെല്ലാന്ന് തോന്നും, പക്ഷെ മേടിച്ച് കഴിയുമ്പോൾ പൊട്ട സ്മെല്ലായിരിക്കും. അതുപോലെ ഫീൽ ചെയ്ത ഒരു പെർഫ്യൂം ആയത്. ഇതിന്റെ നോട്ട്സ് എന്താന്ന് ഞാൻ പറയാം. ഇതിന്റെ നോട്ട്സ് വന്നിട്ട്
ടോപ്പ് നോട്ട്സ് വന്നിട്ട് ലിച്ചി, ബർഗമോട്ട് ആൻഡ് റാസ്ബെറി. ആൻഡ് ഹാർട്ട് നോട്ടിൽ വരുന്നത് റോസ് പെറ്റൽസ്, വയലറ്റ്സ്, അങ്ങനെ കുറച്ച് ഫ്ലോറൽ നോട്ട്സാണ് വരുന്നത്. പിന്നെ ബേസ് നോട്ട്സിൽ സാൻഡൽവുഡ്, ടോങ്ക ബീൻസ്, പിന്നെ ഫയർവുഡ് മസ്ക്, അങ്ങനെയൊക്കെയാണ് വരുന്നത്. നോട്ട്സ് എന്തൊക്കെയാണ് വരുന്നതെന്ന് ഐ ഡോണ്ട് കെയർ. എനിക്കിതിന്റെ സ്മെൽ, ഐ ജസ്റ്റ് ഡോണ്ട് ലൈക്ക് ഇറ്റ്. എനിക്ക് എന്താണെന്നറിയോ, എനിക്ക് ഈ പെർഫ്യൂം സ്മെൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന ഒരു ഇംപ്രഷൻ, എനിക്ക് ഒരു ചില്ലി ഫ്രാഗ്രൻസ് പോലെ എനിക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇതിൽ എവിടെയും ചില്ലിയുടെ നോട്ടില്ല. എവിടേക്കോ ബെറീസ് വരുന്നുണ്ട്. പക്ഷെ ഒരു കറക്റ്റ് ബെറീസ് അല്ല. ഒരു ജ്യൂസി യമ്മി ബെറീസിന്റെ ടേസ്റ്റ് അല്ല എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഒരു വല്ലാത്തൊരു ബെറീസിന്റെ ഫ്രാഗ്രൻസ്. പിന്നെ റോസ് പെറ്റൽസ് ഉണ്ട്. പക്ഷെ ഒരു നോട്ട് ദാറ്റ് ഗുഡ്. നോട്ട് ദാറ്റ് ഗുഡ്. ആൻഡ് വേറെ എന്തൊക്കെയോ സ്മെൽ ഇതിൽ വരുന്നുണ്ട്. എന്തൊക്കെയോ ബെറീസ്, പെറ്റൽസ് ഒന്നും ചേരാത്ത എന്തൊക്കെയോ തമ്മിൽ മിക്സ് ചെയ്തുണ്ടാക്കിയ ഒരു ഫ്രാഗ്രൻസ് പോലെ. പക്ഷേ ഞാൻ ഈ പെർഫ്യൂമിന് ഒരുപാട് നല്ല റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പെർഫ്യൂം മേടിക്കുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഓ ഇത് ഞാൻ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടുള്ള പെർഫ്യൂമാണ്. അപ്പോൾ ഇതെന്തായാലും അടിപൊളിയായിരിക്കും. അങ്ങനെയൊക്കെ വിചാരിച്ചാ മേടിച്ചേ. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതിന്റെ ലാസ്റ്റിംഗ് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യും. എനിക്കിത് സ്കിന്നിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നെക്സ്റ്റ് ടൈം ഒന്ന് കുളിക്കുന്ന വരെ എനിക്ക് ആ ഫ്രാഗ്രൻസ് എന്റെ സ്കിന്നിൽ സ്റ്റേ ചെയ്യുന്ന പോലെ തോന്നും. ഐ ഡോണ്ട് നോ, ഇത് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ എനിക്കത് ആ ഫീല് വരുന്ന എന്തോ. ഐ ഡോണ്ട് നോ വൈ. ഐ ജസ്റ്റ് ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഓക്കെ, അതങ്ങനെ പോട്ടെ. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പെർഫ്യൂം റിവ്യൂ ചെയ്യാം. ഇത് ബെല്ല റോസയുടെ ഒരു പെർഫ്യൂമാണ്. ബെല്ല റോസയുടെ റിച്ച് ആൻഡ് റിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഈ പെർഫ്യൂമും ഞാനിങ്ങനെ ഇത് ഞാനൊരു 1 മന്ത് ബാക്ക് മേടിച്ചതാട്ടോ. ഈ പെർഫ്യൂമും ഞാനിങ്ങനെ ഒരു പെർഫ്യൂം ഷോപ്പിന്റെ ഫ്രണ്ടിലൂടെ പാസ് ചെയ്യായിരുന്നു. അപ്പൊ എനിക്ക് നല്ലൊരു സ്മെൽ കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു, യെസ്, ഈ പെർഫ്യൂം എനിക്ക് നല്ല സ്യൂട്ട് ആയിരിക്കും. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതെന്റെ ചിലപ്പോ ഭാവിയിലെ സിഗ്നേച്ചർ പെർഫ്യൂം ആവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പോയി മേടിച്ച പെർഫ്യൂമാണ്. പക്ഷേ തിരിച്ച് വീട്ടിൽ വന്ന് ഇത് സ്മെൽ ചെയ്തപ്പോൾ എനിക്കിത് ഇഷ്ടമേ ആയില്ല. സ്റ്റിൽ ഞാൻ എന്തിനാണോ എന്തോ മേടിച്ചത്. പക്ഷെ കണ്ടോ, ഇതിങ്ങനെ സ്മെൽ ചെയ്യുമ്പോൾ കൊള്ളാം. പക്ഷെ എനിക്കെന്തോ ഇത് ദേഹത്തടിക്കുമ്പോൾ എനിക്കിത് ഇഷ്ടമാവുന്നില്ല. ഇതിന്റെ നോട്ട്സ് ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ ഇത് എന്താണ് എനിക്ക് ഫീൽ ആവുന്നതെന്ന് വെച്ചാൽ, ഒരു നല്ലൊരു ഫ്രഷ് മിന്റിന്റെ സ്മെൽ. എനിക്ക് അങ്ങനത്തെ സ്മെല്ല് ഇഷ്ടമാണ്. ഒരു മിന്റിന്റെ സ്മെൽ ഉണ്ട്. ആൻഡ് അതിന്റെ കൂടെ നല്ലൊരു ഫ്രൂട്ടി ഓർഡർ. പ്രത്യേകിച്ച് ഒരു ഫ്ലോറൽ നോട്ട്സ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല. മെയിൻ ആയിട്ട് ഒരു ഫ്രൂട്ടി, മിന്റ്, അതിന്റെ ഒരു കോമ്പിനേഷനാണ് കിട്ടുന്നത്. ആൻഡ് കൊള്ളാം ഇത്. പക്ഷെ ഇങ്ങനെ സ്മെൽ ചെയ്യുമ്പോൾ കൊള്ളാം. പക്ഷെ എനിക്ക് ദേഹത്ത് അടിക്കുമ്പോൾ ഇത് ഇഷ്ടമല്ല. പക്ഷെ ഈ പെർഫ്യൂം ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. ഐ തിങ്ക് ചില ഫ്രാഗ്രൻസിന് രണ്ട് ഒപ്പീനിയൻ ഉണ്ടായിരിക്കില്ലേ. കുറെ പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടായിരിക്കും, ഇഷ്ടപ്പെടാത്ത കുറച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ഫ്രാഗ്രൻസിന്റെ ഗ്രൂപ്പിൽ വരുന്ന ഫ്രാഗ്രൻസ് ആണെന്ന് തോന്നുന്നു ഇത്. കൊള്ളാം. പക്ഷെ ആ സ്കിൻ ബൈറ്റ് ഐറ്റന്റെ അത്ര മോശമല്ല. ആൻഡ് ഉം. ഒരു ഓക്കെ, ഓക്കെ. ഇല്ല, ഞാനിത് സ്പ്രേ ചെയ്യില്ല ആക്ച്വലി. ഇത് പിന്നെ എനിക്ക് മേടിച്ചതിന് ശേഷം എനിക്ക് റിഗ്രറ്റ് ആയി. പിന്നെ ഞാനിത് ചുമ്മാ ഇങ്ങനെ റൂമിലൊക്കെ സ്പ്രേ ചെയ്യും, ബാഗിലൊക്കെ സ്പ്രേ ചെയ്യും. ആ, ഈ ഒബ്ജക്ട്സിലൊക്കെ സ്പ്രേ ചെയ്താൽ ഇത് നല്ലതാട്ടോ. ഇതിന്റെ കറക്റ്റ് ആ ഒരു മിന്റ് ആൻഡ് ആ ഒരു ഫ്രൂട്ടി ഫ്രാഗ്രൻസ് കറക്റ്റ് കിട്ടാറുണ്ട്. പക്ഷെ എനിക്ക് സ്കിന്നിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഇല്ലേ, സ്കിന്നിൽ ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്മെല്ല് എനിക്ക് ചേഞ്ച് ആവുന്ന പോലെ ഫീൽ ആവും. ഐ ഡോണ്ട് നോ, അതെനിക്ക് വെറുതെ തോന്നുന്നതാണോ? ഉം. എന്തോ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ലാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു 4 to 5 ഹവേഴ്സ് ഒക്കെ ലാസ്റ്റ് ചെയ്യും. ഇത് കൊള്ളാം. പക്ഷേ നോട്ട് മൈ ടൈപ്പ് ഐ തിങ്ക്. അങ്ങനെ വേണം പറയാൻ. നെക്സ്റ്റ് നമുക്ക് ഈ പെർഫ്യൂം റിവ്യൂ ചെയ്യാം. ഇത് വന്നിട്ട് മയോപ്പിയുടെ പേർപ്പിൾ മിസ്റ്റേക്ക്. ഓക്കെ. ഇത് മയോപ്പി എന്ന് പറയുന്നത് മേക്ക് യുവർ ഓൺ പെർഫ്യൂം. ഇത് വന്ന് നല്ല ഒരു പെർഫ്യൂമാണ്. ഒരു ഫ്രഷ്, ഫ്രൂട്ടി ആൻഡ് ജ്യൂസി ഫ്രൂട്ടി സ്മെൽ. ഐ ഡോണ്ട് നോ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന്. നല്ല സ്മെല്ലാണ്. വെരി ഗുഡ് സ്മെൽ. ആരും കംപ്ലയിൻസ് പറയാത്ത ഒരു സ്മെല്ലാണ് ഇതിന്റെ സ്മെൽ എന്ന് പറയുന്നത്. ഞാൻ ഇത് ഫസ്റ്റ് സ്മെൽ ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് നിന്നാണ്. ഒരു ദിവസം അവളിത് സ്പ്രേ ചെയ്ത് വന്നപ്പോൾ ആൻഡ് ഷീ സ്മെൽസ് സോ ഗുഡ്. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ഏതാ പെർഫ്യൂം. അങ്ങനെയാണ് ഞാൻ ഈ പെർഫ്യൂമിനെ കുറിച്ച് അറിയുന്നത്. ഇറ്റ്സ് റിയലി ഗുഡ്. ആൻഡ് അവൾ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇത് പോയിട്ട് പർച്ചേസ് ചെയ്തു. ആൻഡ് ഇത് നല്ല അഫോർഡബിളും ആണ്. അതുകൊണ്ട് നമുക്ക്
ഒരു ബ്ലൈൻഡ് പർച്ചേസ് നടത്താം. അഫോർഡബിളും ആണ്, നല്ല സ്മെല്ലും ആണ്. റിയലി ഗുഡ്. ഇതിന്റെ നോട്ട്സ് വരുന്നത് ടോപ്പ് നോട്ടിൽ നെക്ടറിൻ, ഓറഞ്ച്, പൈനാപ്പിൾ, മിഡിൽ നോട്ട്സിൽ ലാവൻഡർ, ജാസ്മിൻ, റോസ്, ബേസ് നോട്ട്സിൽ വന്നിട്ട് അഗർവുഡ്, വാനില ആൻഡ് ആംബർ. ഇത്രയും നോട്ട്സ് ആണ് വരുന്നത്. പക്ഷെ എനിക്കിതിൽ മെയിൻ ആയിട്ട് ഒരു സ്മെൽ ചെയ്യുമ്പോൾ ദാറ്റ് ഫ്രൂട്ടി ഓർഡർ, വെരി ജ്യൂസി ഫ്രൂട്ടി ഓർഡർ വിത്ത് ഒരു ഫ്ലോറൽ ഭയങ്കര കുറച്ചേ ഉള്ളൂ, ചെറുതായിട്ടേ ഉള്ളൂ. മെയിൻ ആയിട്ട് ഒരു ഫ്രൂട്ടി ഫ്രാഗ്രൻസ് ആട്ടോ, നല്ല ഫ്രാഗ്രൻസാ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ലൈക്ക് ഞാൻ സിനാരിയോ പറയാം. ഓക്കെ, ഒരു ഒരു ഈവനിങ് ബീച്ച് ടൈം, അവിടെ ഒരു ഡീപ്പ് പർപ്പിൾ ഡ്രസ് ഇട്ടിട്ട് ഒരു ഗേൾ ഇങ്ങനെ ഈവനിങ് ബീച്ച് സൈറ്റിൽ ഇങ്ങനെ വന്നിരിക്കുന്ന ആൻഡ് ബ്യൂട്ടിഫുൾ ഫ്രാഗ്രൻസ് അറൌണ്ട് ഹർ ആൻഡ് ഓഫ്, ഐ തിങ്ക് യു ക്യാൻ ഫീൽ ഇറ്റ് റൈറ്റ്. ആൻഡ് ഇതൊരു എവറിഡേ പെർഫ്യൂം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് റിയലി ഗുഡ്. ഇതും ഒരുപാട് പ്രൊജക്ഷൻ ഒന്നുമില്ല, അത്യാവശ്യം സട്ടിൽ ആയിട്ടാണ് പോകുന്നത് സ്മെല്ല്. ആൻഡ് നല്ലോണം ലാസ്റ്റ് ചെയ്യും, ഒരു 6 to 7 hours ഇത് ലാസ്റ്റ് ചെയ്യും. ആൻഡ് ക്ലോത്ത്സിലൊക്കെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ കുറേ നേരം ലാസ്റ്റ് ചെയ്യും, ഒരു 12 to 13 hours ഒക്കെ അങ്ങനെ ലാസ്റ്റ് ചെയ്യും. ആൻഡ് ഇതും ആളുകൾ നല്ല രീതിക്ക് കോംപ്ലിമെന്റ് ചെയ്യും കേട്ടോ. കാരണം ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് കണ്ടിട്ടാ മേടിച്ചത്. എൻ്റെ അടുത്ത് കണ്ടിട്ട് എൻ്റെ വേറെ ഫ്രണ്ട് മേടിച്ചു. ആ ഫ്രണ്ടിന്റെ അടുത്തുനിന്ന് ഇതേപോലെ നല്ലൊരു ഫ്രാഗ്രൻസ് കിട്ടിയിട്ട് വേറെ ഫ്രണ്ട്സ് മേടിച്ചു. അങ്ങനെ അങ്ങനെ മേടിച്ചിട്ടുള്ള ഒരു പെർഫ്യൂം ആയത്. കാരണം അഫോർഡബിളും ആയത് കാരണം നമുക്ക് മേടിക്കാനും ഒരു എന്താ പറയാ, നമുക്ക് മേടിക്കാനും ഈസിയാണ്, നല്ല പെർഫ്യൂമും ആണ്. സോ നമ്മൾ എന്തിനും മേടിക്കാതിരിക്കണം. പിന്നെ എല്ലാ ഏജ് ഗ്രൂപ്പിനും ഇത് ഇഷ്ടപ്പെടും ഐ തിങ്ക്. ഒരു ടീനേജ് ആണെങ്കിലും ഒരു 20s-ലാണെങ്കിലും ഏർലി 30s-ലാണെങ്കിലും ഒക്കെ ഈ പെർഫ്യൂം ഇഷ്ടപ്പെടും. ദിസ് ഈസ് റിയലി ഗുഡ്. ഇനി നെക്സ്റ്റ് പെർഫ്യൂം നമുക്ക് മയോപ്പിയുടെ തന്നെ വേറൊരു പെർഫ്യൂമാണ് ഇത്. ഇത് വന്നിട്ട് വെനം. ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ ഈ പെർഫ്യൂമാണ് യൂസ് ചെയ്യാറ്. ഇത് നല്ല സ്മെല്ലാണ്, ഒരു സെഡക്റ്റീവ് സ്മെൽ എന്നൊക്കെ പറയില്ലേ, ഒരു സെഡ്യൂസിങ് സ്മെൽ, ആ സ്മെല്ലാണ് ഇതിന്. ഇതിന്റെ നോട്ട്സ് ഞാൻ പറയാം. ഈ പെർഫ്യൂമിന്റെ ടോപ്പ് നോട്ട്സ് വന്നിട്ട് ബിറ്റ ആൽമണ്ട്, ചെറി, മിഡിൽ നോട്ട്സിൽ റോസ്, ഓറഞ്ച് ബ്ലോസം, ബേസ് നോട്ട്സിൽ ടോങ്ക ബീൻ, വാനില, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് ഇതൊരു വളരെ സ്വീറ്റ് മസ്കി ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ മസ്ക് ഇതിന്റെ നോട്ടേ അല്ല. മേ ബി എനിക്ക് അത് ഒരു മസ്കി ഫീൽ തോന്നുന്നതായിരിക്കും. ഇത് നല്ലൊരു സ്വീറ്റ് ആൻഡ് ഫ്രൂട്ടി, പിന്നെ എവിടേക്കോ കുറച്ച് ഫ്ലോറൽ ചെറുതായിട്ട്, ആൻഡ് ടോട്ടൽ ഒരു മസ്കി. ഞാനിത് എവറിഡേ പെർഫ്യൂം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരു നൈറ്റ് ടൈമിനൊക്കെ ഈ പെർഫ്യൂം വിൽ ബി ദ ബെസ്റ്റ് ഐ തിങ്ക്. ഇപ്പോൾ ഇതിനൊരു സിനാരിയോ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഒരു നൈറ്റ് ടൈമിൽ ഒരു എ ഗേൾ ഇനെ എന്താ പറയുക, ഒരു ബ്ലാക്ക് സാറ്റിൻ ഡ്രസ് ആൻഡ് ഷീ ഈസ് എൻട്രിങ് ഇൻ ടു എ ഹോട്ടൽ. ആൻഡ് ആൻഡ് ആ സമയത്തുള്ള ഒരു ഫ്രാഗ്രൻസ്, ഓക്കെ, അങ്ങനെ ഒരു നല്ല നല്ല നല്ലൊരു സ്വീറ്റ് സെഡ്യൂസിങ് ഫ്രാഗ്രൻസ്, അങ്ങനെ വേണം ഇതിനെ പറയാൻ. നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടുന്ന് ഒരു ഗുഡ് സ്മെൽ. കാരണം അധികം പ്രൊജക്ഷൻ ഒന്നും ഇല്ലാത്ത ഒരു സട്ടിൽ ആയിട്ടുള്ള സ്മെല്ലാണ്. നല്ല സ്വീറ്റ് ആണ്. ഒരു വെനിലയുടെ ടച്ചാണ് എനിക്കിതിൽ കൂടുതൽ കിട്ടാറ്. വെനില, ഫ്രൂട്ടി, അങ്ങനെ ഒരു ടച്ച്, നല്ല സ്മെല്ലാട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള പെർഫ്യൂമും. എനിക്ക് തോന്നിയിട്ടുള്ളത് മയോപ്പിയുടെ ഏറ്റവും രണ്ട് നല്ല ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് പേർപ്പിൾ മിസ്റ്റിക് ആൻഡ് വെനം ആണ് എന്ന്. ഞാൻ അവരോട് ചോദിച്ചായിരുന്നു ഏതാണ് ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ളതെന്ന്. അപ്പോൾ അവർ പറഞ്ഞതും ഈ രണ്ട് ഫ്രാഗ്രൻസ് ആണ്, പേർപ്പിൾ മിസ്റ്റിക് ആൻഡ് വെനം. ഈ രണ്ട് ഫ്രാഗ്രൻസ് ആട്ടോ. ഇത് രണ്ടും അഫോർഡബിളും ആണ്, സോ ദാറ്റ് നമുക്കൊരു എവറിഡേ പെർഫ്യൂം ആയിട്ടും യൂസ് ചെയ്യാം. ആൻഡ് സ്പെഷ്യൽ ഒക്കേഷൻസിൽ പോകുമ്പോഴും യൂസ് ചെയ്യാം, കാരണം ഒരു യുണീക്ക് സ്മെല്ലും ആണ് ഇത്. സോ ഗൈസ്, ഇതാണ് എൻ്റെ പെർഫ്യൂം കളക്ഷൻ. ഇപ്പോൾ ഇതിൽ എൻ്റെ ബെസ്റ്റ് പെർഫ്യൂം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇത് ഡിയോറിൻ്റെ പ്യുവർ പോയ്സൺ. ഇത് തന്നെയാണ് എൻ്റെ ബെസ്റ്റ് പെർഫ്യൂം. പിന്നെ നെക്സ്റ്റ് ബെസ്റ്റ് എന്ന് പറയുന്നത് ഗൂച്ചിയുടെ ഈ പെർഫ്യൂമാണ്. രണ്ടും ഗുഡാണ്, രണ്ട് പെർഫ്യൂമും ഗുഡാണ്. പക്ഷേ ഇവരെ രണ്ടുപേരിലും എടുക്കുകയാണെങ്കിൽ ഡിയോർ കുറച്ചും കൂടെ ഒന്ന് ഫ്രണ്ടിൽ നിൽക്കും. അതെൻ്റെ ടേസ്റ്റ് കുറച്ച് അങ്ങനെ, എനിക്ക് കുറച്ച് ക്രീമി ഓർഡേഴ്സ് ആണ് ഇഷ്ടം. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ ഒരു ക്രീമി ഓർഡർ കുറച്ച് കൂടുതലാണ്. പിന്നെ ഒരു
ഡെയിലി പെർഫ്യൂം ആൻഡ് ഒരു അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന 2 പെർഫ്യൂംസ് ആണ് ഇത് രണ്ടും. രണ്ടും ഏകദേശം ഒരു 6 ടു 7 അവേഴ്സ് ആണ് ലാസ്റ്റ് ചെയ്യുന്നത്. ഇത് രണ്ടും കൊള്ളാം. ഐ തിങ്ക് ഇത് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂംസ് ആണ്. പിന്നെ ഒരു എവരിഡേ പെർഫ്യൂംസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 പെർഫ്യൂംസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ്. ബാക്കി പെർഫ്യൂംസ് ഒക്കെ ഗുഡ് ആണ്. എക്സെപ്റ്റ് ദീസ് 2 ഇവരെ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. ആൻഡ് ഈ 2 പെർഫ്യൂംസും ഇറ്റ്സ് റിയലി ഗുഡ്. പക്ഷെ കമ്പയർഡ് ടു ഡിയോ ആൻഡ് ഗൂച്ചി, ഗൂച്ചി ഡിയോർ ആണ് കുറച്ച് ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഓക്കെ ഗായ്സ്, അപ്പൊ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.